വാഴക്കോട് പെട്രോൾ പമ്പിൽ തീപിടുത്തമുണ്ടായത് പെട്രോൾ കലർന്ന വെള്ളത്തിലേക്ക് സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് പച്ചക്കറി കടയിലെ സാധനങ്ങൾ കത്തിനശിച്ചു. ചാലക്കുടി പുഴയിൽ ചാടിയ തട്ടിപ്പ് സംഘത്തിലെ 4 പേർ പിടിയിലായി. 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിൽ. തുടർച്ചയായ മിന്നൽ ചുഴലിക്കാറ്റിൽ ആശങ്കയോടെ ജില്ലയിൽ ചുഴലിക്കാറ്റിൽ തകർന്നത് 66 വീടുകൾ. വ്യാപകമായ നാശനഷ്ടം സംഭവിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനമ്പം ഫെറിയിൽ ബോട്ട് സർവീസ് സ്തംഭിച്ചതോടെ തീരമേഖലയിൽ യാത്രാ ദുരിതം രൂക്ഷം. സർവീസ് നിർത്തിവെപ്പിച്ചതിനെതിരെ ബോട്ട് നടത്തിപ്പുകാർ രംഗത്ത്. ദേശീയപാത വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ സർവീസ് റോഡ് ഇടിയുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. വാഹനങ്ങൾ കടത്തിവിടുന്നത് മുൻകരുതൽ സുരക്ഷ ഒരുക്കാതെ. നമസ്കാരം. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി വാഴക്കോട് പെട്രോൾ പമ്പിൽ തീപിടുത്തം. HP ഏജൻസിയുടെ വാഴക്കോട് ഖാൻ പെട്രോൾ പമ്പിലാണ് രാവിലെ 10:45 അഗ്നിബാധ ഉണ്ടായത്. പമ്പിൽ നിന്ന് ഒഴുകിയെത്തുന്ന മഴവെള്ളത്തിൽ പെട്രോൾ കലർന്നിരുന്നു. പമ്പിന് 30 മീറ്റർ മാറിയുള്ള പച്ചക്കറി കടയുടെ മുന്നിൽ പെട്രോൾ കലർന്ന വെള്ളം കെട്ടിക്കിടന്നിരുന്നു. കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വന്ന വ്യക്തി സിഗരറ്റ് കുറ്റി വെള്ളത്തിലെറിഞ്ഞതിൽ നിന്നാണ് തീ പടർന്നത്. തീ കത്തിപ്പടർന്ന് പമ്പിലേക്ക് എത്തുകയായിരുന്നു. ഉയർന്നു കത്തിയ തീ വളരെ പെട്ടെന്ന് അണയ്ക്കാനായതിനാൽ വലിയ ദുരന്തം ഒഴിവായി. പമ്പിൽ നിന്നിരുന്ന ടാങ്കറിന്റെ ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ പോയ സമയമായിരുന്നു തീപിടുത്തം. എന്നാൽ ഒരു സ്വകാര്യ ബസ് ഡ്രൈവർ പെട്ടെന്ന് പമ്പിൽ നിന്ന് ടാങ്കർ ഓടിച്ചു മാറ്റിയതിനാൽ ദുരന്തം ഒഴിവായി. വാഴക്കോട് വലിയ പറമ്പിൽ നൌഷാദിന്റെ പച്ചക്കറി കടയിലെ പച്ചക്കറി തീപിടുത്തത്തിൽ നശിച്ചിട്ടുണ്ട്. പമ്പിലേക്ക് പടർന്ന തീ വാൾവുകൾക്ക് മുകളിലൂടെ കത്തിയെങ്കിലും ഫയർഫോഴ്സ് പെട്ടെന്ന് തീ അണച്ചതിനാൽ തീ ടാങ്കിലേക്ക് പടർന്നില്ല. പമ്പിൽ നിർത്തിയിട്ടിരുന്ന ജീവനക്കാരന്റെ ബൈക്ക് ഭാഗികമായി കത്തി നശിച്ചിട്ടുണ്ട്. അഗ്നിബാധയെ തുടർന്ന് ഷൊർണൂർ റോഡിൽ അരമണിക്കൂറോളം വാഹനഗതാഗതം തടസ്സപ്പെട്ടു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ട്രെയിൻ വരുന്നത് കണ്ട് റെയിൽവേ ട്രാക്കിൽ നിന്നും പുഴയിലേക്ക് ചാടിയ കവർച്ചാ സംഘത്തിലെ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒരാൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ. ആസാം സ്വദേശികളായ മുഹമ്മദ് സിറാജുൽ ഇസ്ലാം, ഗുൽജാർ ഹുസൈൻ, മുഹമ്മദ് മുസ്മിൽ ഹഖ് എന്നിവരെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. അബ്ദുൽ കലാം പരിക്കേറ്റ് ആശുപത്രിയിലാണുള്ളത്. നിധി കിട്ടിയ സ്വർണം വില കുറച്ച് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കോഴിക്കോട് നാദാപുരം സ്വദേശി ലെനീഷ്, സുഹൃത്ത് രാജേഷ് എന്നിവരെ ചാലക്കുടിയിൽ എത്തിച്ച് പണം വാങ്ങി ഓടുന്നതിനിടെയാണ് ട്രെയിൻ വന്നതും 3 പേരും പുഴയിലേക്ക് ചാടിയതും. അബ്ദുൽ കലാമിന്റെ കയ്യിൽ ട്രെയിൻ തട്ടുകയും പുഴയുടെ തീരത്തേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. വെള്ളത്തിലേക്ക് വീണ മറ്റ് 3 പേരും ചേർന്ന് അബ്ദുൽ കലാമിനെ ചുമന്ന് മുരിങ്ങൂരിലെത്തിക്കുകയും ഓട്ടോറിക്ഷയിൽ കയറ്റി പെരുമ്പാവൂരിലേക്ക് പോവുകയുമായിരുന്നു. അബ്ദുൽ കലാമിനെ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് ആശുപത്രിയിലെത്തിയ അന്വേഷണ സംഘം സമീപത്ത് മറഞ്ഞു നിന്ന 3 പേരെ പിടികൂടുകയായിരുന്നു. കോഴിക്കോട് നാദാപുരത്തെ ഷംസുദ്ദീൻ എന്നയാളുടെ വീട്ടിൽ JCB ഡ്രൈവറായിരുന്ന സിറാജുദ്ദീൻ അവിടെ തന്നെ ലോറി ഡ്രൈവറായ ലെനീഷിനെയാണ് കബളിപ്പിച്ചത്. ഈ പൈസ കൊടുത്താൽ മാത്രമേ സ്വർണം തരൂ എന്ന് പറഞ്ഞു. എന്നാൽ രാജേഷും ലെനീഷും കൂടെ ഈ പൈസ 4 ലക്ഷം രൂപ വരെ ഏൽപ്പിക്കുകയും പൈസ വാങ്ങിയ ശേഷം സ്വർണത്തിൻ്റെ ഒരു കട്ടി അത് ഈ രാജേഷിനെ ഏൽപ്പിക്കും. അപ്പോൾ രാജേഷ് ഈ പലത് കട്ട് ചെയ്ത് നോക്കുന്ന സമയം ഒരു പീസ് മുറിച്ചപ്പോൾ തന്നെ അതിന് സംശയം തോന്നി ഇത് വ്യാജ സ്വർണ്ണമാണ്. ആ സമയത്ത് തന്നെ ഇവർ പറഞ്ഞ് ഞങ്ങളതിൻ്റെ ബാക്കി പീസുകൾ കട്ട് ചെയ്ത് കാണിച്ചു എന്ന് പറഞ്ഞ് മറ്റവരുടെ ശ്രദ്ധ മാറിയ ടൈമിൽ ഈ 4 പേരും കൂടെ അവിടെ നിന്നും ലഭിച്ച പൈസയും ഈ കട്ട് ചെയ്ത സാധനമായിട്ട് നേരെ റെയിൽവേ ട്രാക്ക് വഴി കിഴക്കോട്ട് ഓടുകയാണ്. JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുമ്പോൾ മറ്റൊരിടത്തു നിന്ന് ലഭിച്ച നിധി വില കുറച്ചു തരാമെന്ന് ഇയാൾ വാഗ്ദാനം ചെയ്തു. ഇത് വിശ്വസിച്ച് ലെനീഷ് സുഹൃത്തായ രാജേഷിനെയും കൂട്ടി നാദാപുരത്തു നിന്നും കാറിൽ തൃശ്ശൂരിലേക്ക് വന്നു. ഇതിനിടെ പെരുമ്പാവൂരിൽ ജോലി ചെയ്യുന്ന സിറാജുദ്ദീന്റെ സുഹൃത്തുക്കളായ അബ്ദുൾ കലാം, ഗുൽജാർ ഹുസൈൻ, മുഹമ്മദ് മുസ്മിൽ ഹഖ് എന്നിവരും എത്തിച്ചേർന്നു. ചാലക്കുടിയിലെത്തിയ സംഘം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് പണം കൈമാറിയത്. ലെനീഷിന് നൽകിയ സ്വർണം പരിശോധിക്കുന്നതിനിടെ 4 സംഘം ട്രാക്കിലൂടെ ഓടുകയും അപകടത്തിൽപ്പെടുകയുമായിരുന്നു. ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ MK സജീവൻ, സബ് ഇൻസ്പെക്ടർ ആൽബിൻ തോമസ് വർക്കി, ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VO സിൽജോ, AU റെജി, MJ ബിനു, ഷിജോ തോമസ്, ജില്ലാ ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ OH ബിജു, സൈബർ സെൽ ഉദ്യോഗസ്ഥരായ ഷനൂസ്, സിൽജോ, ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI ജോഫി ജോസ്, ഷാജഹാൻ യാക്കൂബ്, ASI GBP ബാലൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ CR സുരേഷ് കുമാർ എന്നിവർ പ്രതികൾ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി. തുടർച്ചയായ മിന്നൽ ചുഴലിക്കാറ്റിൽ ആശങ്കയോടെ ജില്ല.
കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. 66 വീടുകൾക്കാണ് ജില്ലയിൽ നാശനഷ്ടം സംഭവിച്ചത്. തലപ്പിള്ളി താലൂക്കിലാണ് വലിയ നാശനഷ്ടം. 30 വീടുകൾക്കാണ് തലപ്പിള്ളിയിൽ ഭാഗിക നാശനഷ്ടം സംഭവിച്ചത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ചുഴലിക്കാറ്റ് ആവർത്തിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. 2 ദിവസം മുമ്പ് നന്ദിപുലത്ത് മിന്നൽ ചുഴലി വീശിയിരുന്നു. ദൈർഘ്യവും വ്യാസവും ചെറുതാണെങ്കിലും ഇത്തരത്തിൽ ചുഴലികൾ അപകടകാരികളാണ്. മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ചുഴലിക്കാറ്റ് സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങളും ഏറെയാണ്. കാലാവസ്ഥാ വ്യതിയാനവും അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് കൂടുന്നതുമാണ് മിന്നൽ ചുഴലി പ്രതിഭാസത്തിന് കാരണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. മിന്നൽ ചുഴലിയിൽ വ്യാപകമായി നാശനഷ്ടം സംഭവിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാലുമായി കൂടിക്കാഴ്ച നടത്തിയ കളക്ടർ നാശനഷ്ടങ്ങൾ വിലയിരുത്തി. പഞ്ചായത്തിലെ 10ാം വാർഡ് ചിറ്റണ്ടയിൽ വയോധികയായ കാർത്തികനെയും അസുഖബാധിതയായ മകളും താമസിക്കുന്ന വീട് കളക്ടർ സന്ദർശിച്ചു. മരം വീണ് ഇവരുടെ വീടിന്റെ പുറകുവശം തകർന്നിരുന്നു. മണ്ണിഷ്ടിക കൊണ്ട് നിർമ്മിച്ച വീട് കാലപ്പഴക്കത്താൽ തകർന്ന് വാസയോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. ഇവർക്ക് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ പ്രത്യേക പരിഗണന നൽകുമെന്ന് കളക്ടർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ, വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ MC അനുപമൻ, വില്ലേജ് ഓഫീസർ എ ഷാജിദ BV എന്നിവരും കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനമ്പം ഫെറിയിൽ ബോട്ട് സർവീസ് സ്തംഭിച്ചതോടെ തീരമേഖലയിൽ യാത്രാ ദുരിതം രൂക്ഷം. സർവീസ് നിർത്തിവെപ്പിച്ചതിനെതിരെ ബോട്ട് നടത്തിപ്പുകാരൻ രംഗത്ത്. പാലം നിർമ്മാണത്തിന് വേണ്ടിയാണ് ബോട്ട് സർവീസ് നിർത്തിവെച്ചതെന്നും എന്നാൽ ഇതിന്റെ പഴി ബോട്ട് സർവീസിന് മേൽ കെട്ടിവെക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും ബോട്ട് നടത്തിപ്പുകാർ ചൂണ്ടിക്കാണിക്കുന്നു. പോർട്ട് ഓഫീസിൽ നിന്ന് പോർട്ട് ഓഫീസർ വന്നിട്ട് ഇതിന് ആനുവൽ സർവേ ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ജോലിക്കാർക്ക് വേണ്ടത്ര ലൈസൻസ് ഇല്ല. അപ്പോൾ അത് പ്രകാരം സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് തന്നൊരു ഇതാണ്. സ്റ്റോപ്പ് ചെയ്യാനല്ല പറഞ്ഞത്, മെമ്മോ അടിച്ചിട്ട് ഇനി ഓടണ്ടെന്ന് പറഞ്ഞു. അക്കരെ ആ ബോട്ട് മാറ്റി കൊടുക്കണം, പാലം പണിക്ക് തടസ്സമൊന്നും. അപ്പോൾ അതിൻ്റെ പേരിൽ പാലം പണിയാണ് അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്നത്, അല്ലാണ്ട് ഈ സർവീസല്ല. അപ്പോൾ കാരണം പറഞ്ഞേക്കുന്നത് ഞങ്ങളുടെ കുറ്റം പറഞ്ഞിട്ടാണ് നിർത്തിച്ചേക്കുന്നത്. 800 മീറ്റർ മാത്രം ദൂരമുള്ള ജലയാത്ര തടസ്സപ്പെട്ടതോടെ അഴീക്കോട് നിന്നും മുനമ്പത്തെത്താൻ കൊടുങ്ങല്ലൂർ മൂത്തകുന്നം മാല്യങ്കര വഴി 20 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. മത്സ്യത്തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 100 കണക്കിന് യാത്രക്കാരാണ് ദിവസവും ബോട്ടിനെ ആശ്രയിക്കുന്നത്. ബോട്ടിന് ആവശ്യമായ രേഖകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ശനിയാഴ്ചയാണ് തുറമുഖ വകുപ്പ് ബോട്ട് സർവീസ് തടഞ്ഞത്. അഴീക്കോട് മുനമ്പം പാല നിർമ്മാണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ജങ്കാർ സർവീസ് അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് 40ഓളം പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടിന് അനുമതി നൽകിയത്. മാസങ്ങൾക്ക് മുൻപ് മുനമ്പത്ത് താൽക്കാലിക ജെട്ടി സ്ഥാപിക്കാൻ ജില്ലാ പഞ്ചായത്ത് അധികൃതർ സ്ഥലം കണ്ടെത്തിയിരുന്നുവെങ്കിലും സ്ഥലവുമായി ബന്ധപ്പെട്ട് നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എത്രയും വേഗം മുനമ്പത്ത് ബോട്ടടിപ്പിക്കാൻ താൽക്കാലിക സംവിധാനം ഉണ്ടാക്കി ഫെറി സർവീസ് പുനരാരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. മണ്ണത്തി വടക്കഞ്ചേരി ദേശീയപാത വാണിയംപാറയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ സർവീസ് റോഡ് ഇടിയുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. അടിപ്പാത നിർമ്മാണത്തിനായി സർവീസ് റോഡിനോട് ചേർന്നാണ് കുഴിയെടുത്തിരിക്കുന്നത്. 3 ദിവസമായി പെയ്ത കനത്ത മഴയെ തുടർന്നാണ് സർവീസ് റോഡ് അടിപ്പാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിലേക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുകളിലൂടെയാണ് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും പോകുന്നത്. മണ്ണ് ഊർന്നു പോയതിനാൽ സർവീസ് റോഡിനടിയിൽ അങ്ക് രൂപപ്പെട്ടിരിക്കുകയാണ്. മഴ കനത്താൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും സാധ്യതയേറെയാണ്. പ്രദേശത്ത് റോഡ് കുഴിക്കുന്ന സമയത്ത് സർവീസ് റോഡിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെയാണ് കരാർ കമ്പനി വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത്. മണ്ണിടിച്ചിൽ ആരംഭിച്ചതോടെ പ്ലാസ്റ്റിക് ബാരിക്കേഡുകൾ വെച്ച് വാഹനങ്ങൾ ഒറ്റ വരിയിലൂടെയാണ് കടത്തിവിടുന്നത്. മണലൂർ അന്തിക്കാട് പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. മണലൂരിലെ 4-5 വാർഡുകളിലും അന്തിക്കാട്ടെ 4-6-7 വാർഡുകളിൽ നിന്നുമാണ് വെള്ളം ഒഴിയാതെ നിൽക്കുന്നത്. വെള്ളം ഒഴുകിപ്പോകേണ്ട ഹൈലെവൽ കനാലിൽ കാഞ്ഞാണി പാലക്കഴ മുതൽ മണലൂർ കെട്ട് വരെ ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് നീരൊഴുക്ക് നിലച്ചതിനാലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. കൂടാതെ അന്തിക്കാട് പാടശേഖരത്തിന്റെ അതിർത്തിയിൽ വരുന്ന കടവാരത്ത് ഹൈലെവൽ കനാലിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള തടയണ പൊട്ടിക്കാത്തതും വെള്ളക്കെട്ടിന് കാരണമായി നാട്ടുകാർ ആരോപിക്കുന്നു. മഴയ്ക്ക് മുൻപേ നീർച്ചാലുകൾ പഞ്ചായത്ത് അധികൃതരും ഇറിഗേഷൻ അധികൃതരും വൃത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മുല്ലശ്ശേരി പെരുവല്ലൂർ അംബേദ്കർ ഗ്രാമത്തിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് വീട് തകർന്നു. പെരുവല്ലൂർ വെട്ടിപ്പറ ജാനകിയുടെ വീടാണ് തകർന്നു വീണത്.
പെരുവല്ലൂരിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കരിങ്കൽ ക്വാറി നിറഞ്ഞു കവിഞ്ഞ് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ സമീപത്തെ 5 വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. ഇക്കാര്യം TCV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ഒരാഴ്ചയോളമായി ജാനകി മാറി താമസിക്കുകയായിരുന്നതിനാൽ അപകട സമയത്ത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. വെള്ളം കയറിയിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. പെരുവല്ലൂർ കരിങ്കൽ ക്വാറി പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 9 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ മധ്യവയസ്കനെ 10 വർഷം തടവിനും 50,000 രൂപ പിഴയടയ്ക്കാനും ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചു. കോടശ്ശേരി സ്വദേശി സുകുമാരനെയാണ് ജഡ്ജി വിവിജ സേതുമോഹൻ ശിക്ഷിച്ചത്. 2019 കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. ഹെൽത്തി കേരളയുടെ ഭാഗമായി എടത്തിരുത്തി പഞ്ചായത്തും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് ഹോട്ടൽ, ബേക്കറി, കൂൾബാർ, കാറ്ററിംഗ് യൂണിറ്റ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ 3 കടകൾക്കെതിരെ നോട്ടീസ് നൽകി. വെള്ളം പരിശോധനാ റിപ്പോർട്ടില്ലാത്ത 6 ഭക്ഷ്യസ്ഥാപനങ്ങൾ, വൃത്തിഹീനമായ 4 ഷോപ്പുകൾ, സാനിറ്ററി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത 5 ഷോപ്പുകൾ, ഹെൽത്ത് കാർഡില്ലാത്ത 6 പേര് എന്നീ കുറവുകൾ കണ്ടെത്തി. നിശ്ചിത സമയത്തിനുള്ളിൽ നോട്ടീസ് ലഭിച്ച് കുറവ് പരിഹരിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി T. ബിനോയ് അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ CS അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പുതുക്കാട് സെന്ററിൽ ലഹരി വസ്തുക്കൾ പിടികൂടിയ ചായക്കട പഞ്ചായത്ത് അധികൃതർ പൂട്ടിച്ചു. ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കടയിൽ പതിച്ചു. 2 ദിവസം മുൻപാണ് കടയിൽ നിന്ന് കഞ്ചാവ് മിഠായികളും ചാക്ക് കണക്കിന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പുതുക്കാട് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ കടയുടമയും സഹായിയും പോലീസ് പിടിയിലായിരുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കടയിൽ വിദ്യാർത്ഥികൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. വൻതോതിൽ ലഹരി വസ്തുക്കൾ പിടികൂടിയ കട തുറന്ന് പ്രവർത്തിച്ചതിനെതിരെ പരാതിയുമായി നാട്ടുകാരും രംഗത്തെത്തി. ഇതിനിടെയാണ് പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ കട അടപ്പിച്ചത്. ലഹരി വിൽപ്പന നടത്തുന്ന കടകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പഞ്ചായത്ത് പരിധിയിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കട അടപ്പിച്ചത്. പഞ്ചായത്തിൽ നിന്ന് ഈ വർഷത്തെ ലൈസൻസ് കൊടുത്ത് പ്രവർത്തിച്ചു വരുന്നതാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം പുതുക്കാട് പോലീസ് റെയ്ഡ് നടത്തി ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുക്കുകയും നിയമത്തിന് എതിരായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ വിൽപ്പന നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് പഞ്ചായത്ത് നിരോധിതമായ സാധനങ്ങൾ വിറ്റതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചിട്ടുള്ള ലൈസൻസ് റദ്ദ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം. കുന്നംകുളം പാറയമ്പാടത്ത് റോഡിലെ കുഴിയിൽ വീണ് ബൈക്കിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പോർക്കുളം സ്വദേശി മരിച്ചു. പോർക്കുളം കൊങ്ങണൂർ വിളക്കുമാടത്തിൽ വീട്ടിൽ 62 വയസ്സുള്ള ശശിധരനാണ് മരിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ശശിധരൻ ചൊവ്വാഴ്ച രാവിലെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് പാറയമ്പാടം കുരിശുപള്ളിക്ക് സമീപം അപകടമുണ്ടായത്. കുണ്ടും കുഴിയും നിറഞ്ഞ സംസ്ഥാന പാതയിൽ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 പേരാണ് മരിച്ചത്. യഥാസമയം അധികൃതർ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് തുടർച്ചയായ അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണമാകുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. ബ്ലാങ്ങാട് സ്വദേശി പാലപ്പെട്ടി വീട്ടിൽ ലിസൺ എന്ന് വിളിക്കുന്ന ഹബീബിനെയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണർ R. ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ചാവക്കാട് CI വിമൽ 3 മാസത്തേക്ക് നാടുകടത്തിയത്. അഴീക്കോട് പൂച്ചക്കടവിൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിനായി ഡ്രഡ്ജ് ചെയ്ത മണൽ രാത്രികാലങ്ങളിൽ കൊള്ള ചെയ്ത് പോകുന്നതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ E.T. ടൈസൺ MLA ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ കീഴിൽ 20 ഏക്കർ സ്ഥലമാണ് ഫിഷ് ലാൻഡിംഗ് സെന്ററിനായി ഡ്രഡ്ജിംഗ് നടത്തി കൈമാറിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും വരും തലമുറയ്ക്കും ഏറെ ഗുണമാകുന്ന ഫിഷിംഗ് ലാൻഡ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും മുഖം നോക്കാതെയുള്ള നിയമ നടപടിയുണ്ടാവുമെന്നും MLA പറഞ്ഞു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ,
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നജ്മൽ സക്കീർ, മുഹമ്മദ് അസീം, സഹറാബി ഉമ്മർ, കോസ്റ്റൽ സിഐ അനൂപ്, കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ സലീം തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ വയോധികനെ കാണാതായി. ലോകമലേശ്വരം വയലാറിൽ താമസിക്കുന്ന കളരിക്കൽ വീട്ടിൽ 68 വയസ്സുള്ള അരവിന്ദാക്ഷനെയാണ് ചൊവ്വാഴ്ച മുതൽ കാണാതായത്. വീട്ടുകാരുടെ സംശയത്തെ തുടർന്ന് ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം കനൌലി കനാലിൽ തെരച്ചിൽ നടത്തി. അളഗപ്പ നഗർ വെണ്ടൂർ സ്വദേശിനി കൃഷ്ണവേണിക്ക് ജപ്പാൻ സർക്കാരിന്റെ സ്കോളർഷിപ്പ്. പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ചുള്ള പഠനത്തിനും ഗവേഷണത്തിനുമായുള്ള ജപ്പാൻ സർക്കാരിന്റെ ഉന്നത സ്കോളർഷിപ്പായ മെക്സിറ്റ് സ്കോളർഷിപ്പാണ് കൃഷ്ണവേണിക്ക് ലഭിച്ചത്. 3.5 വർഷത്തെ പഠനത്തിനും ഗവേഷണത്തിനുമുള്ള മുഴുവൻ ചിലവുകളും മറ്റ് ചിലവുകളും പൂർണ്ണമായി ജപ്പാൻ സർക്കാർ വഹിക്കും. വെണ്ടൂർ കൂവക്കാടൻ ബിജുവിന്റെയും തൃശൂരിൽ അഭിഭാഷകയായ ഷൈനിയുടെയും മകളായ കൃഷ്ണവേണി തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കും തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും എർത്ത് സിസ്റ്റം സയൻസിൽ എംടെക്കും നേടിയിട്ടുണ്ട്. മണ്ണിടിച്ചിലും പ്രളയവും കാറ്റുമുണ്ടാക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന കാലത്ത് പഠനം നാടിന് പ്രയോജനകരമായ വിധം ഉപയോഗപ്പെടുത്തണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് കൃഷ്ണവേണി പറയുന്നു. ട്രാൻസ്ലേറ്റ്സ് ആയിരുന്നു എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായത്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ജപ്പാനാണ്. പിന്നെ ജപ്പാന് ഇതിന് നല്ലതായതുകൊണ്ട് അവർ പിന്നെ കുട്ടികൾക്ക് സ്കോളർഷിപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിനെപ്പറ്റി അന്വേഷിച്ച് ഞാൻ ബിടെക് മുതൽ ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് തുടങ്ങിയിട്ടാണ്. അതിപ്പോൾ എംടെക് കഴിയുമ്പോൾ കറക്റ്റ് സമയത്തിന് അത് കിട്ടി. നീണ്ട നാളത്തെ അലച്ചിലിന് അവസാനമായി. ശിവരാമന് ഇനി മഴ നനയാതെ കിടന്നുറങ്ങാം. വാർദ്ധക്യത്താലും രോഗങ്ങളാലും അവശനായ വാടാനപ്പള്ളി നെടുമ്പാറൻ ശിവരാമനെ വാടാനപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അഭയകേന്ദ്രത്തിലെത്തിച്ചു. മുംബൈയിലായിരുന്ന ശിവരാമൻ 25 വർഷം മുൻപാണ് നാട്ടിലെത്തിയത്. അന്നു മുതൽ കടത്തിണ്ണകളിലും ഒഴിഞ്ഞ കെട്ടിടങ്ങളിലുമായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. വാർഡിലെ അതിദരിദ്രരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വാർഡംഗം KB ശ്രീജിത്താണ് ശിവരാമന്റെ ദുരിതാവസ്ഥ സാമൂഹ്യനീതി വകുപ്പിനെ അറിയിച്ചത്. സർക്കാരിൻ്റെ പുതിയ പദ്ധതിയായ വാർഡിലുള്ള അതിദരിദ്രരെ കണ്ടെത്തുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ശിവരാമേട്ടൻ വീടുമില്ല, സ്ഥലവുമില്ല, അങ്ങനെ അലഞ്ഞു തിന്നടക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഈ വ്യക്തിക്ക് ഏറ്റവും ആവശ്യം ഒരു സംരക്ഷണം, അല്ലെങ്കിൽ ഒരു വീട്, അല്ലെങ്കിൽ സുഖമായി കഴിയാനുള്ള ഭക്ഷണം, അതൊക്കെ കിട്ടുക അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിനെ ഒരു സദനത്തിലേക്ക് മാറ്റുകയാണ്, ഒരു ആശ്രമത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ ഉള്ളൊരു വ്യക്തിയെ കൂടുതൽ ആശ്വാസകരമായൊരു ജീവിതത്തിലേക്ക് നയിക്കാൻ സാധിച്ചതിലേറെ സന്തോഷവാനാണ്. റേഷൻ കാർഡും ആധാർ കാർഡും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തു നൽകി. തുടർന്ന് അതിദരിദ്രരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഇദ്ദേഹത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഹൗസ് ഓഫ് പ്രോവിൻസ് എന്ന വൃദ്ധസദനത്തിലേക്ക് മാറ്റി. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസിയുടെ നേതൃത്വത്തിലാണ് ശിവരാമനെ ഇരിങ്ങാലക്കുട ഹൗസ് ഓഫ് പ്രോവിൻസ് സദനത്തിലേക്ക് മാറ്റിയത്. ശേഷിക്കുന്ന കാലം മഴയും വെയിലും കൊണ്ട് അലഞ്ഞു തിരിയാതെ ശിവരാമന് ഇവിടെ കഴിയാം. വാർഡംഗം ശ്രീജിത്തിനോടും പഞ്ചായത്ത് ഭരണസമിതിയോടും നന്ദി പറഞ്ഞാണ് ശിവരാമൻ വാടാനപ്പള്ളിയിൽ നിന്ന് യാത്രയായത്. DCV ന്യൂസ്, അന്തിക്കാട്. പ്രകൃതിക്ഷോഭത്തിൽ മരങ്ങൾ വീണ് ഗതാഗത തടസ്സം ഉണ്ടാകുകയോ വീടുകൾക്ക് മുകളിൽ മരം വീണ് അപകടം സംഭവിക്കുകയോ ചെയ്താൽ സൗജന്യ സേവനവുമായി കല്ലൂർ സൗഹൃദ യുവസംഗമ പ്രവർത്തകർ എത്തും. മരം മുറിക്കുന്നതിനായി കട്ടറുകളും അനുബന്ധ സാമഗ്രികളും സജ്ജമാക്കി ഇവർ സേവന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. കല്ലൂർ നായരങ്ങാടിയിൽ തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സൗഹൃദ യുവസംഗമം പ്രസിഡന്റ് പ്രിവനൻ ചുണ്ടേലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് SI ലാലു, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ സദാശിവൻ, തൃക്കൂർ പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയുടെ തൈക്കാട് മഞ്ഞിക്കരയിൽ നവീകരിച്ച EK നായനാർ ചിൽഡ്രൻസ് പാർക്കും ഓപ്പൺ ജിമ്മും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. നഗരസഭയുടെ വികസന തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാർക്കിൽ 55 ലക്ഷം രൂപയോളം ചിലവഴിച്ച് സംരക്ഷണ ഭിത്തി, ഫെൻസിംഗ്, ഇന്റർലോക്ക് വിരിച്ച നടപ്പാത, വഴിവിളക്ക് എന്നിവയോടെയാണ് നവീകരിച്ചത്. നവീകരിച്ച മഞ്ഞിക്കര കുളം, വ്യായാമത്തിനായി സജ്ജമാക്കിയ ഓപ്പൺ ജിം, കുടുംബശ്രീ കിയോസ്ക് എന്നിവയുടെയും സമർപ്പണവും ഇതോടൊപ്പം നടന്നു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MM ഷഫീർ, AS മനോജ്, ബിന്ദു അജിത് തുടങ്ങിയവർ സംസാരിച്ചു.
മറ്റത്തൂർ പഞ്ചായത്തിൽ കുട്ടികൾക്ക് കായിക പരിശീലനം നൽകാനായി ആവിഷ്കരിച്ച ഉയരെ പദ്ധതിക്ക് തുടക്കമായി. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത രാജീവൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VS നിജിൽ, ഷൈബി സജി, പഞ്ചായത്ത് അംഗങ്ങളായ KS സൂരജ്, NP അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, മത്സ്യത്തൊഴിലാളികൾക്ക് ക്ഷേമനിധി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിൽ ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരസഭയ്ക്ക് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് IK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. CITU കുന്നംകുളം ഏരിയ പ്രസിഡന്റ് MN മുരളി അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ സെക്രട്ടറി KM അലി, ജില്ലാ പ്രസിഡന്റ് PA ലജുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെ അടിയന്തര ഇടപെടലിൽ 7 വർഷമായി കിടപ്പിലായ മധ്യവയസ്കനെ സംരക്ഷണ കേന്ദ്രത്തിൽ പുനരധിവസിപ്പിച്ചു. പടിയൂർ സ്വദേശി ആലുക്കപ്പറമ്പിൽ വീട്ടിൽ അമ്മണിയുടെ മകൻ പ്രദീപനെയാണ് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. കിടപ്പിലായി തന്റെ മകന്റെ സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിന് അപേക്ഷ നൽകിയിരുന്നു. വയോധികയായ അമ്മണിയുടെ ജീവിത സാഹചര്യങ്ങൾ കേട്ടറിഞ്ഞ മന്ത്രി ജില്ലാ സാമൂഹ്യനീതി ഓഫീസറോട് അന്വേഷണം നടത്തി അടിയന്തരമായി പ്രദീപന്റെ സംരക്ഷണം ഉറപ്പാക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ നിർദ്ദേശപ്രകാരം പ്രദീപനെ പൊറുത്തിശ്ശേരിയിലുള്ള അഭയാഭവൻ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി സംരക്ഷണം ഉറപ്പാക്കിയത്. തെങ്ങുകയറ്റ തൊഴിലാളിയായ പ്രദീപൻ തെങ്ങിൽ നിന്നും വീണ് കഴിഞ്ഞ 7 വർഷമായി കിടപ്പിലാണ്. 2 സഹോദരന്മാരുണ്ടെങ്കിലും ജീവിത സാഹചര്യങ്ങളും മാതാവിന്റെ പ്രായാധിക്യവും മൂലം വീട്ടിൽ പരിചരിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ഓർഫനേജ് കൌൺസിലർ ദിവ്യ അബീഷ്, പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ്, ബ്ലോക്ക് മെമ്പർ രാജേഷ് അശോകൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രദീപനെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. TCV ന്യൂസ്, തൃശൂർ. കേരള കോൺഗ്രസ് M മണ്ഡലം കൺവെൻഷൻ പാവറട്ടിയിൽ നടന്നു. കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് CT ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VV സേവ്യർ അധ്യക്ഷനായി. PJ പോൾ, ബൈജു ലൂവിസ്, KJ മേജോ, സാംസൺ ചിരിയങ്കണ്ടത്ത്, CP രാജു എന്നിവർ നേതൃത്വം നൽകി. ഗുഡ് ഡേ മൂവീസിന്റെ ബാനറിൽ SM പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന 1947 സിനിമയുടെ ചിത്രീകരണത്തിന്റെ സ്വിച്ച് ഓൺ പന്നിത്തടത്ത് നടന്നു. പ്രശസ്ത സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സിനിമാ താരം ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായി. സുഭാഷ് ശിവയും മഹിൻകർ കേച്ചേരിയും ചേർന്നാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. കഥ, തിരക്കഥ മഹിൻകറും DOP സുഭാഷ് ശിവയുമാണ്. പ്രവീൺ ഹരിയാണ് ക്യാമറ അസോസിയേറ്റ്. ജേസൺ ഗുരുവായൂരാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. സിനിമാ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ചേലക്കരയിൽ ശുചിത്വ ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പ്രശാന്തി അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ ജില്ലാ ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ, DDP സിദ്ദിഖ്, ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സംഗീത, ബ്ലോക്ക് BDO S ശ്രീനിവാസൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭാരതീയ മസ്ദൂർ സംഘം സ്ഥാപന ദിനത്തിന്റെ ഭാഗമായി BMS വടക്കാഞ്ചേരി മേഖലയിലെ 49 സ്ഥലങ്ങളിൽ പതാക ഉയർത്തി. ജനറൽ മസ്ദൂർ സംഘം അകമല യൂണിറ്റിൽ BMS തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം പതാക ഉയർത്തി. യൂണിറ്റ് പ്രസിഡന്റ് ശശിധരൻ അധ്യക്ഷത വഹിച്ചു. രഘു, സതീഷ് എന്നിവർ നേതൃത്വം നൽകി. പെയിന്റ് ചെയ്യാൻ നൽകിയ അലമാരയിൽ നിന്ന് ലഭിച്ച സ്വർണമാല ഉടമയ്ക്ക് തിരികെ നൽകി സ്ഥാപന ഉടമ മാതൃകയായി. പുല്ലൂർ കിങ്സ് ഫർണിച്ചർ ഷോപ്പിൽ പെയിന്റ് ചെയ്യാൻ കൊണ്ടുവന്ന പഴയ അലമാര വൃത്തിയാക്കുന്നതിനിടെയാണ് സ്ഥാപന ഉടമയായ കിങ്സ് മുരളിക്ക് 1 പവന്റെ സ്വർണമാല ലഭിച്ചത്. ഉടൻ തന്നെ അലമാരയുടെ ഉടമ മടത്തിക്കര സ്വദേശി പാറേക്കാടൻ വിനുവിന് വീട്ടിലെത്തി മാല തിരികെ നൽകുകയായിരുന്നു. 4 വർഷം മുമ്പ് നഷ്ടപ്പെട്ട മാലയാണ് തിരികെ ലഭിച്ചത്. തലോർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകും. KK രാമചന്ദ്രൻ MLA ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും.
സ്കൂൾ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ജീവകാരുണ്യത്തിന്റെ ഭാഗമായി സമാഹരിച്ച ഫണ്ട് നന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു ഏറ്റുവാങ്ങും. വാർത്താ സമ്മേളനത്തിൽ തല്ലൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ പ്രധാനാധ്യാപിക ലിയ കെ റാഫേൽ, അധ്യാപിക ക്രിസ്റ്റീന ദേവസി, OSA ഭാരവാഹികളായ TT ജോൺസൺ, C അരുൺ, CD ആന്റണി എന്നിവർ പങ്കെടുത്തു. തൃശൂർ വെളിയന്നൂരിൽ ആഭരണ നിർമ്മാണ തൊഴിലാളികളായ 2 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച് 4-അംഗ സംഘം 630 ഗ്രാം സ്വർണം കവർന്നു. കൂടുതൽ വിവരങ്ങളുമായി ഫിന്നി ചേരുകയാണ്. ഫിന്നി, എപ്പോഴാണ് സംഭവം? എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ? റിയ, ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് സംഭവം ഉണ്ടായത്. വെളിയന്നൂരിലെ നിയറസ്റ്റ് ലോഡ്ജിൽ വെച്ചാണ് ആഭരണ നിർമ്മാണ തൊഴിലാളികളായ ആലുവ സ്വദേശികളായ ഷമീർ, ബാസ്റ്റിൻ എന്നിവരെ ആക്രമിച്ച് 4-അംഗ സംഘം സ്വർണ്ണാഭരണം കവർന്നത്. ഇതിൽ 630 ഗ്രാമോളം സ്വർണമാണ് ഈ 4-അംഗ സംഘം കവർന്നത്. കുത്തേറ്റ ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇരുവരും തൃശ്ശൂരിലെ സഹകരണ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ഷമീറിന് കൈക്കും ബാസ്റ്റിന്റെ പുറത്തുമാണ്, തോളിലുമാണ് കുത്തേറ്റിരിക്കുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. അക്രമികളെ 4-അംഗ അക്രമ സംഘത്തിലെ ഒരാളെ പിടികൂടിയത് ഈ കുത്തേറ്റ ഷമീറും ബാസ്റ്റിനും ചേർന്നാണ്. ഇവർ തന്നെയാണ് ഈ പ്രതിനെ പിടികൂടി പോലീസിന് കൈമാറിയത്. തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്ത് ആണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. റിയ, നന്ദി ഫിനി വിവരങ്ങൾ നൽകിയതിന്. തൃശൂർ വെളിയന്നൂരിൽ ആഭരണ നിർമ്മാണ തൊഴിലാളികളായ 2 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച് 630 ഗ്രാം സ്വർണം കവർന്നു. പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന കാർഗിൽ യുദ്ധവിജയ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് 26-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വായനശാല ഹാളിൽ ബ്രിഗേഡിയർ രവീന്ദ്രൻ നായർ ഉദ്ഘാടനം നിർവഹിക്കും. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സൈനിക സേവാ സമിതി ചെയർമാൻ ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ, ജനറൽ കൺവീനർ KK വേലായുധൻ, K സുഗതൻ, പ്രൊഫസർ VM നാരായണൻ നമ്പൂതിരി, സെക്രട്ടറി മധു K നായർ, രവീന്ദ്രൻ വട്ടരങ്ങത്ത്, ബിജു ഉപ്പുങ്ങൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാട്ടാന ആരോഗ്യ പരിപാലന കമ്മിറ്റിയിൽ സ്ഥാനം ലഭിച്ച ശങ്കരൻകുളങ്ങര ദേവസ്വം കൊമ്പൻ ഉദയന്റെ പാപ്പാൻ കണ്ണൻകുടിയിൽ ബാലകൃഷ്ണനെ കൂട്ടുകൊമ്പന്മാർ എലിഫന്റ് വെൽഫെയർ ഫോറം ഉപഹാരം നൽകി ആദരിച്ചു. ശങ്കരൻകുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന അനുമോദന സദസ്സിൽ ചലച്ചിത്ര തിരക്കഥാകൃത്ത് ഹരി P നായർ, വാർഡ് കൌൺസിലർ ആതിര, എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ശ്രീജിത്ത് വെളപ്പായ എന്നിവർ ചേർന്ന് ആദരം നിർവഹിച്ചു. ചിറമനേക്കാട്ടിലെ അഭയകേന്ദ്രമായ എന്റെ വീട് കനിവിലേക്ക് സൌജന്യ വാഹനം നൽകി വ്യവസായി അബൂബക്കർ മടപ്പാട്ട് മാതൃകയായി. കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KV അബ്ദുൾ റഹിമാൻ താക്കോലും വാഹനത്തിന്റെ അനുബന്ധ രേഖകളും ഏറ്റുവാങ്ങി. ട്രസ്റ്റ് സെക്രട്ടറി KT അബ്ദു അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് വൈസ് ചെയർമാൻ S ജമീല, കുന്നംകുളം നഗരസഭ മുൻ ചെയർമാൻ PG ജയപ്രകാശ്, ട്രസ്റ്റ് ട്രഷറർ TA ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞിരക്കോട് ജനസേവന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക ഔഷധക്കഞ്ഞിക്കൂട്ട് വിതരണം ചെയ്തു. മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, പഞ്ചായത്ത് അംഗം MC ഐജു, മുതിർന്ന കോൺഗ്രസ് നേതാവ് R രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു. ഏലക്ക കൊണ്ട് മഞ്ജുവാര്യരുടെ ചിത്രമുണ്ടാക്കി സമ്മാനിച്ച് തൃശൂർ സ്വദേശിയും കോമഡി താരവുമായ സുധീഷ് അഞ്ചേരി. മഞ്ജുവാര്യരോടുള്ള ആരാധന മൂലം 12 മണിക്കൂർ സമയമെടുത്താണ് ഏലക്ക കൊണ്ട് 2.5 അടി ഉയരമുള്ള ചിത്രം തയ്യാറാക്കിയത്. മഞ്ജുവാര്യർക്ക് ചിത്രം നേരിട്ട് സമ്മാനിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ കൃഷിനാശം സംഭവിച്ച എല്ലാ കർഷകർക്കും അടിയന്തര നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് കൃഷി ഓഫീസർക്ക് നിവേദനം നൽകി. പാണഞ്ചേരി മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് KM പൌലോസിന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ്, പഞ്ചായത്ത് അംഗം KP ചാക്കോച്ചൻ, AC മത്തായി, MC ബാബു തുടങ്ങിയവർ നിവേദക സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ ജില്ലാ വനിതാ സംരംഭക തൊഴിലാളി കൺവെൻഷൻ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ, ഫെഡറേഷൻ ഭാരവാഹികളായ ജിനി രാധാകൃഷ്ണൻ, PT പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം.
UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് കൊച്ചിയിൽ സംഘടിപ്പിച്ച പ്രീ ഡിപ്പാർച്ചർ ഇവന്റിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിദേശ പഠന മേഖലയിൽ 2 പതിറ്റാണ്ടിലേറെക്കാലമായി ശ്രദ്ധേയമായ സേവനം നടത്തിവരുന്ന വിശ്വസ്ത സ്ഥാപനമാണ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക്. ഈ സ്ഥാപനം വഴി വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അവർക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും വളരെ ഉത്തരവാദിത്തത്തോടെയാണ് GSL നൽകി വരുന്നത്. GSLന്റെ സോണൽ മാനേജർമാരായ റിയാസ് അഹമ്മദും ഗ്രീഷ്മ ഹരിദാസും ചേർന്ന് പ്രീ ഡിപ്പാർച്ചർ ഇവന്റ് ഉദ്ഘാടനം ചെയ്തു. GSL ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ നന്ദിനി ശ്രീകുമാറാണ് ഇവന്റ് നയിച്ചത്. വിദേശ പഠന മേഖലയിൽ 20 വർഷത്തിൽ പരം അനുഭവ സമ്പത്തുള്ള റജുലേഷ് വട്ടപ്പറമ്പിലാണ് GSLന്റെ ഡയറക്ടർ. ഇതുവരെ 42,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് GSL വഴി UK, കാനഡ, ഓസ്ട്രേലിയ, USA, ജർമ്മനി തുടങ്ങി 20-ലധികം രാജ്യങ്ങളിലായി വിദേശ പഠനത്തിനായി പോയിരിക്കുന്നത്. ഈ സെപ്റ്റംബർ ഇൻടേക്കിലേക്കും 2025 ജനുവരി മാർച്ച് മാസങ്ങളിലെ ഇൻടേക്കിലേക്കും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് GSLന്റെ തൃശൂർ വെസ്റ്റ് ഫോർട്ടിലുള്ള ബ്രാഞ്ചുമായി ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9072697999. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,485 രൂപ, പവന് 51,880 രൂപ, വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,462 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി വാഴക്കോട് പെട്രോൾ പമ്പിൽ തീപിടുത്തമുണ്ടായത് പെട്രോൾ കലർന്ന വെള്ളത്തിലേക്ക് സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് പച്ചക്കറി കടയിലെ സാധനങ്ങൾ കത്തിനശിച്ചു. ചാലക്കുടി പുഴയിൽ ചാടിയ തട്ടിപ്പ് സംഘത്തിലെ 4 പേർ പിടിയിലായി. 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിൽ. തുടർച്ചയായ മിന്നൽ ചുഴലിക്കാറ്റിൽ ആശങ്കയോടെ ജില്ലയിൽ ചുഴലിക്കാറ്റിൽ തകർന്നത് 66 വീടുകൾ. വ്യാപകമായി നാശനഷ്ടം സംഭവിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനമ്പം ഫെറിയിൽ ബോട്ട് സർവീസ് സ്തംഭിച്ചതോടെ തീരമേഖലയിൽ യാത്രാ ദുരിതം രൂക്ഷം. സർവീസ് നിർത്തിവെപ്പിച്ചതിനെതിരെ ബോട്ട് നടത്തിപ്പുകാർ രംഗത്ത്. ദേശീയപാത വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ സർവീസ് റോഡ് ഇടിയുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. വാഹനങ്ങൾ കടത്തിവിടുന്നത് മുൻകരുതൽ സുരക്ഷ ഒരുക്കാതെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.